രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആളെ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ആളുടെ സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇവിടെ അലമ്പാണ്, മുറ്റലമ്പാണ് കേട്ടോ. ലൂക്കാച്ചൻ രാവിലെ വീട്ടിൽ വന്നതാണ് കേട്ടോ. എന്നാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവും ഓംപ്ലേറ്റ് വേണം. നിങ്ങളങ്ങനെ ഒരു കോംബോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പുമാവും ഓംപ്ലേറ്റ് ഇതുപോലെ അടിച്ചിട്ട് അത് മാത്രം കൂട്ടി കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ അടിച്ച് നോക്ക്, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഗൈസ്, എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്കിട്ട് പണി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഗൈസ്. നമുക്ക് AC ബ്ലോവറിനകത്ത് ഉമ്മാർ കയറിയും തോന്നുന്നു, എലിയണ്ണന്മാർ. ചെറിയ അഴുക്കുകളൊക്കെ ചാടി വരുന്നുണ്ട്. ഇങ്ങനെ കൊട്ടി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. എലിക്കാട്ടമാണ് ഗൈസ്. ഇതുണ്ടോ, നമ്മുടെ ഇത് കടിച്ച് പകുതി തിന്ന് കളഞ്ഞു നായിൻ്റെ മക്കൾ. ഷോ, പകുതി തിന്ന് ഗൈസ്. നമ്മളിപ്പോൾ എന്നാ ചെയ്യും? എവിടെ നിന്ന് നോക്കിയാലും നമുക്കുള്ള പണി തന്നെ പണിയാണ് ഗൈസ്. എന്നാ ഒരു ലൈഫാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബാക്കിയൊക്കെ എങ്ങോട്ടും ഉണ്ടോയോ അറിയുള്ളൂ. ഞാൻ നോക്കട്ടെ. ഒന്ന് സോൾവ് ചെയ്തപ്പം അടുത്ത പണി വന്നു കഴിഞ്ഞു. എന്നാ ചെയ്യാനാണ്? ബാറ്ററി പോയി. ഇനി അത് മാറണം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യണം. വേറെ വഴിയില്ല. ഫുള്ള് പോയി. ഞാനിട്ട് കിക്കർ അടിച്ചടിച്ചടിച്ച് കിക്കറിൻ്റെ ആ ഒരു പ്ലേ പോയി കേട്ടോ. വലിയ നമ്മൾ പഴം പോലെ പോകാൻ സംഭവം ആകും. അല്ലെങ്കിൽ കിക്കറിലൊരു പരിപാടി നടക്കത്തില്ല എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ ഒരു സ്പോട്ടിലാണ് ബാറ്ററി വരുന്നത്. ഇത് നമ്മൾ അഴിച്ച് വേണം അത് ബാറ്ററി എടുക്കാൻ വേണ്ടി. ഞാനൊന്ന് അഴിച്ചെടുക്കട്ടെ. ഈ മൂടി അഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നെട്ടും കൂടെ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്പാനറും കാര്യങ്ങളും കേട്ടോ. ലൂസായിട്ടിരിക്കുന്നത്. വളരെ ടൈറ്റാക്കുന്നത്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ബാറ്ററി സെക്ഷൻ കേട്ടോ. ഇതിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റണം. എന്തായാലും ഞാൻ ആലോചിക്കുന്നത് ചിങ്ങാലത്തെ പറയുന്നത് അവിടെ കൊണ്ടുപോയിട്ടൊരു പുതിയത് വാങ്ങിക്കൊണ്ട് വരാം. അത് ഈ പരിപാടി നടക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ഇന്നും കൂടെ ഒന്ന് അഴിക്കട്ടെ. ഇത് രണ്ടും അഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ. ടാറ്റയുടെ ബാറ്ററി കേട്ടോ. എൻ്റെ പഴയ വണ്ടിയിലും ടാറ്റയുടെ ബാറ്ററി തന്നെയായിരുന്നു ഗൈസ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡൂപ്ലി ബാറ്ററിയാണ് കേട്ടോ. പക്ഷേ ഈ ബാറ്ററി കുറച്ച് നാൾ നിന്ന്. എൻ്റെ ആദ്യത്തെ വണ്ടിയുടെ ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ 6 മാസം പോലും ആയില്ല അതിനുള്ള ബാറ്ററി അടിച്ചു പോയി. പിന്നെ ഞാനത് ഷോറൂമിൽ ചെന്നപ്പോൾ നമുക്ക് വാറൻറ്റി കിടക്കുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്ത് വേറെ മേടിച്ച് അതും പോയി കുറച്ച് 1 വർഷത്തിനുള്ളിൽ. അതും 1 വർഷം പോലും നിന്നില്ല, അതിന് പോയി.
അത് ഞാൻ വേറെ ബാറ്ററി മേടിച്ചു. അങ്ങനെ ഗൈസ്, എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ഞാൻ വന്നിട്ടുണ്ട്. ഏറ്റുമാനൂരാണ് കേട്ടോ ഈ കട. അപ്പം അവിടെ ഒരു ഹോൾസെയിൽ കടയുണ്ട്. ഇവിടെ വന്നാണ് നമ്മൾ ബാറ്ററി വാങ്ങിയത്. എൻ്റെ കസിൻ ചേച്ചിയുടെ വണ്ടിയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതായി ഫൈനലി നമുക്ക് ബാറ്ററി കിട്ടിയിരിക്കുന്നു. ഇനി ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുക, വണ്ടി ഫിറ്റ് ചെയ്യുക, വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. കൈസ ഒടുക്കത്തെ തലവേദന എന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന വേദന. അത് ഇന്നലെ ഉറക്കം അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ വീട്ടിലിരുന്ന സമയത്ത് അത് വെള്ളം കൂടി അങ്ങോട്ട് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തലവേദന. ബാക്ക് സൈഡിൽ ഒടുക്കത്തെ വേദന. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബാറ്ററി വാങ്ങിച്ചു, ഓയിൽ വാങ്ങിച്ചു. നമ്മൾ വണ്ടിയിൽ ഒഴിക്കുന്നത് പറയാം കേട്ടോ, സെർവോയുടെ ഓയിലാണ്. ഇന്ത്യൻ ഓയിൽ തന്നെ സെർവോയിൽ. ആ ഓയിൽ നമ്മളിപ്പോൾ നിലവിൽ ഒഴിക്കുന്നു. ബാറ്ററി നമ്മൾ ആമറോണ്ട് ഒരു ബാറ്ററി എടുത്തു. ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രോ റൈഡർ എന്ന് പറഞ്ഞ ഒരു വേർഷനാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്കൊരു ചെറിയ റേറ്റ് കിട്ടി, കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടി. ഉണ്ണിയുടെ കമ്പനിക്കാരൻ്റെ പരിചയത്തിലുള്ള പരിചയത്തിലുള്ള സ്വന്തം കടയാണോ എന്ന് അറിയത്തില്ല, അവനോട് ഇല്ലായിരുന്നു. ഓക്കെ, എന്നാലും നമുക്കിത് ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി കേട്ടോ. ആമറോൺ വാറണ്ടി ഒക്കെ ഉണ്ട് 1 ഇയർ. പക്ഷേ 1 ഇയർ കഴിയുമ്പോഴേ പോകത്തുള്ളൂ, അതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ, ഇതാണ് സംഭവം. വെള്ളം കയറിക്കോട്ടെ, അവരെ കഴുകി പോകണം, വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ബാറ്ററി സെറ്റ് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി ഇടയ്ക്കൊരു സാധനമുണ്ട് ഇവിടെ ഗ്യാപ്പിനകത്തൊരു ഐറ്റം വെക്കും. അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഈ ഒരു കവറാണിത്. ഇതൊന്ന് പൊട്ടിച്ച് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇറക്കി കൊടുക്കാൻ പോകണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ ഇത് വലിയതാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അയ്യോ, പണി പാടില്ല. ഇത് ഒക്കെ കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. വെയിറ്റ് ഇരിക്കുന്നില്ല, പണി പാടിയും പോകും. നോക്കട്ടെ. സോറി ഗൈസ്, പ്ലഗ് താഴെ കിടന്നിട്ടാണ് കേട്ടോ. സോറി, നമ്മുടെ ഡൗട്ട്. ഇത് നേരത്തെ ഒരു അഴിച്ചപ്പോൾ താഴെ പോയി പ്ലഗ്, ഇതിനകത്ത് കണ്ടു ഓൾറെഡി പ്ലഗ്ഗാണ്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കാര്യം ഏകദേശം സെറ്റാക്കി. ഇനി ഇത് വെച്ച് ബോൾട്ട് ചെയ്യണം. ഞാനെന്നാൽ ബോൾട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ വീട്ടിൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നു ആമറോൺ. നമുക്കൊന്ന് താക്കോലെടുത്ത് ഓണാക്കി നോക്കാം. അതെ, നമ്മൾ കീ എടുത്തു, ഓണാക്കി നോക്കാം. യെസ് ഗൈസ്, ദേ നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ഓണായിരിക്കുന്നു. നമ്മളൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. യെസ് ഗൈസ്, സെറ്റ്. അങ്ങനെ നമ്മുടെ വണ്ടി പവർഫുള്ളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സ്റ്റിക്കർ എന്തായാലും നല്ല പണി കിട്ടി. സ്റ്റിക്കർ രാവിലെ ചവിട്ടിപ്പൊളിച്ച് കഴിച്ചാൽ ചവിട്ടി ലാസ്റ്റ് അത് പണി കിട്ടി. ഗൈസ്, നമ്മളിങ്ങനെ ബാറ്ററി സെറ്റ് ചെയ്തു. പിന്നെ ഒട്ടുക്കത്തെ തലവേദന. ഇന്നലെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അയ്യോ, ശരിയാകുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഓയിൽ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ നമ്മുടെ കയ്യിരിക്കുന്ന ആ ഒരു സ്പാനർ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. നോക്കി എന്തായാലും സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ മറ്റേ വർക്ക്ഷോപ്പിൽ തന്നെ പോയി മാറാം, അത് നടക്കത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരം കാണാം, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഉറങ്ങട്ടെ. ഗൈസ്, അങ്ങനെ 6 മണിയൊക്കെ ആയി. എണീറ്റ് ഇതിങ്ങനെ സിറ്റ് ഔട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര തലവേദനയാണ് ഗൈസ്, സുരക്ഷയില്ല. പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അങ്ങോട്ട് മാറുന്നില്ല.
രക്ഷയില്ല. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വെറുതെ പോയി. സ്റ്റിൽ വർക്ക് ചെയ്യണ 2 ദിവസം നഷ്ടങ്ങൾ മാത്രമാണ് ഗൈസ്. ഈ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ നഷ്ടമുണ്ടായി. രാവിലെ ഞാൻ പോയേനെ, പക്ഷേ വണ്ടി ബാറ്ററി സീനാക്കി. ബാറ്ററിയെ മാറി എല്ലാം സെറ്റാക്കി. രാവിലെ കിടന്ന് കിക്കർ അടിച്ചടിച്ചടിച്ച് കിക്കറും പോയി, കിക്കറിൻ്റെ പല്ലൊക്കെ പോയി ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുറേ പുതിയ ചെടികളൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ടോ, പൂവുണ്ടോ, സൂപ്പർ സാധനം. എൻ്റെ പേരെനിക്കറിയത്തില്ല. വീടിൻ്റെ മിറ്റമൊക്കെ ഏകദേശം സെറ്റാക്കി കേട്ടോ. ചെറിയ മിറ്റിലൊക്കെ ഇറക്കി. ഇവിടെ നമുക്കൊരു ഡാൻസ് ഫ്ലോറൊക്കെ എൻ്റെ ഡാഡി ഉണ്ടാക്കി തന്നതാണ്. ഇത് നമുക്ക് ഡാൻസ് റീലൊക്കെ ഇവിടെ ഇട്ട് ചെയ്യാം. സെറ്റല്ലേ? അപ്പോൾ ഒന്ന് മൂടായിക്കോട്ടെ, നമുക്ക് അടുത്ത ഡാൻസ് വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സെറ്റായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. നല്ല ചിരട്ടപ്പുട്ട് ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. കണ്ടോ, നല്ല കീഴിലൻ ചിരട്ടപ്പുട്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് ഇതും കഴിക്കാൻ പോകണേ ഞാൻ കേട്ടോ. കറിയൊന്നുമില്ല മോനെ, കറി അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ കുറച്ചിട്ട് കഴിക്കാൻ പോകുന്നു. നല്ല ഫീൽ. എന്താ ഞാൻ കഴിച്ചിട്ട് കേട്ടോ. ഗൈസ്, തലവേദന കാരണം ഞാൻ വീട്ടിലെ കാപ്പിയും ചായയൊന്നും കുടിച്ചിട്ട് തലവേദന മാറുന്നില്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ചായ കുടിക്കാൻ തീരുമാനിച്ചു ഗൈസ്. ഞാൻ പോവാണ്. പാണ്ടിയണ്ണന്മാരെ ചായ കുടിക്കാതെ എനിക്ക് സമയമില്ല. ഇത് വ്ളോഗിൽ വരും കേട്ടോ, ഇന്നത്തെ വ്ളോഗ്. അതെ, ഉണ്ണിക്കണ്ണൻ കിട്ടി, ഉണ്ണിക്കണ്ണൻ കിട്ടി റോളും കേട്ടോ. ഇപ്പം എന്നെ ചെയ്താൽ കൺവെന്റ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ പള്ളത്ത് വന്നൊരു ചായ, ഒരു മുളകും ഒരു മുട്ടയുമായി, സുഞ്ചി ഒരു മുളക്. ഈ സാധനമില്ലാതെ ഇപ്പം പറ്റാതായി ഗൈസ്. ഗ്ലാമറ സെറ്റല്ലേ, എനിക്ക് പൊളിയല്ലേ. ജീവനെ ചിക്കനൊക്കെ കൂട്ടി അടിക്കുന്നു കേട്ടോ. ഞാൻ ഇല്ലാത്ത ഗ്യാപ്പിൽ സ്വന്തമായിട്ട് ചിക്കൻ തിന്നുന്നു കേട്ടോ. ചതിയാ ചതി, തണ്ട ചതി. അമ്മയെന്നാണ് അടിച്ചു തരുന്നത്. എന്നാൽ എന്നെ ഒന്ന് വിളിക്കുക, ശരി കാപ്പി തരിക, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ വല്ല പാണ്ടിക്കാരൻ്റെ ഒക്കെ കാപ്പിയും കുടിച്ചിട്ട് ഇതേ വന്നേക്കും കേട്ടോ. ഒറ്റയ്ക്ക് ചിക്കനൊക്കെ മേടിച്ചിട്ട്, ഇല്ല ചിക്കനൊക്കെ മേടിച്ചത്, ചിക്കനും ഇതൊക്കെ തന്നെ കയറ്റുന്ന ഗൈസ്. എനിക്കൊരു ഇറ്റ് പോലും തന്നില്ല. ഇച്ചിരി നാടാ ചക്കര, ഇച്ചിരി നാടാ. ചിക്കൻ ചിക്കൻ